രാവിലെയിലേക്ക് നമ്മൾ വാർത്തകളിലേക്ക് വീണ്ടും കടക്കുകയാണ്. പരിപാടിയിൽ ആള് കുറഞ്ഞതിൽ അനിഷ്ടം വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം പാലക്കാട് പുതുശ്ശേരിയിൽ സംഘടിപ്പിച്ച സമ്മിറ്റിനിടെയാണ് വിമർശനം. ഇങ്ങനെ ഒരു പരിപാടി ഇതുപോലെയാണോ നടത്തേണ്ടിയിരുന്നതെന്ന വിമർശനമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. ലക്ഷ്യം നമ്മുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദന നിക്ഷേപ കേന്ദ്രങ്ങളുമായി മത്സരിക്കാൻ കഴിയും വിധമുള്ള അത്യാധുനിക വ്യാവസായിക നഗരങ്ങൾ വികസിപ്പിക്കുക എന്നതാണ്. പാലക്കാട്ട് ഒരു ഏകീകൃത ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അത്രയും വിപുലമായ ഒരു പരിപാടിയുടെ ആ ഗൗരവത്തിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇടുക്കി തൊടുപുഴ വണ്ണപ്പുറം പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. UDF-നായി വണ്ണപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ ഉപരോധിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിലെ 5, 9, 11, 12, 15, 16 വാർഡുകളിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്നാണ് CPM-ന്റെ ആരോപണം. പഞ്ചായത്തിന് പുറത്ത് താമസക്കാരായ നിരവധി പേർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഒരു കെട്ടിട നമ്പറിൽ തന്നെ നിരവധി പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ LDF പ്രവർത്തകർ നൽകിയ അപേക്ഷ പരിഗണിക്കാതെ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയെന്നാണ് ആരോപണം. UDF നൽകിയ ലിസ്റ്റ് പ്രകാരം LDF വോട്ടർമാരെ വ്യാപകമായി ഒഴിവാക്കിയെന്നും CPM ആരോപിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലുള്ള വോട്ടുകൾ കേന്ദ്രീകരിച്ച് ചില വാർഡുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചേർത്തിരിക്കുകയാണ്. അതിനെല്ലാം ഞങ്ങൾ കൃത്യമായ ആക്ഷേപം കൊടുത്തിരുന്നു. ആ ആക്ഷേപത്തിന് ചെവി കൊടുക്കാനോ അന്വേഷിക്കാനോ ഈ പഞ്ചായത്ത് സെക്രട്ടറിയോ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായി ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് 100 കണക്കിന് കള്ളവോട്ടാണുള്ളത്. ഇതിൽ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കും. ഈ വോട്ടുകൾ നീക്കം ചെയ്യുന്നതുവരെ ഞങ്ങളിവിടെ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൃത്രിമം നടന്ന വാർഡുകളുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയെങ്കിലും സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകി അവധിയിൽ പോയെന്ന് CPM പ്രവർത്തകർ ആരോപിക്കുന്നു. പിന്നീട് പ്രവർത്തകർ അസിസ്റ്റന്റ് സെക്രട്ടറി ഉപരോധിച്ചു. കാളിയാർ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിലെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാളി. ലക്ഷങ്ങളുടെ അഴിമതി എന്ന ആരോപണവും ഉയർന്നു. ഹരിതചോല എന്ന പേരിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് എങ്ങും എത്താതെ പോയത്. 2019-20 കാലഘട്ടത്തിലാണ് ഉടുമ്പൻചോലയിൽ ഹരിതചോല എന്ന പേരിൽ സൗന്ദര്യവൽക്കരണ പദ്ധതി ആവിഷ്കരിച്ചത്. പഞ്ചായത്തിലൂടെ കുമളി മൂന്നാർ റോഡ് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ റോഡിനിരുവശത്തും അരളിച്ചെടികൾ നട്ട് പരിപാലിക്കുക, വിവിധ മേഖലകളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുക, തുമ്പൂർ മൂഴി മോഡൽ മാലിന്യ സംസ്കരണം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ആകെ 20 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. 10,000-ലധികം അരളിത്തൈകൾ വാങ്ങി റോഡിനിരുവശവും നടുകയും ചെയ്തു. എന്നാൽ ഏതാനും ചെടികൾ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. പദ്ധതിയിൽ വൻ അഴിമതി നടന്നിട്ടും അന്വേഷണം നടന്നില്ലെന്നാണ് ആരോപണം. റോഡിന്റെ ഇരുവശങ്ങളിലായി അരളിച്ചെടി വെച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു ചെടി പോലും നിലവിൽ അവിടെ ഇല്ലാത്ത സ്ഥിതിയിലേക്കാണ് നിലനിൽക്കുന്നത്. അത് വലിയൊരു അഴിമതിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2022 തൊടുപുഴ വിജിലൻസ് DYSPക്ക് പരാതി കൊടുക്കുകയും ആ പരാതി നിലവിൽ തിരുവനന്തപുരം വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. വിജിലൻസ് ഡയറക്ടർ വകുപ്പ് തല അന്വേഷണം എന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള എന്നുള്ള വിവരം കാണി. നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതിനും ചകിരിച്ചോറിനുമൊക്കെയായി പണം വകയിരുത്തിയിരുന്നു. എന്നാൽ പണം നഷ്ടമായതല്ലാതെ സൗന്ദര്യവൽക്കരണം നടപ്പിലായില്ല. ഏഞ്ചൽ ട്രംപറ്റ് എന്ന കോളാമ്പി ചെടികൾ പോലെ ഉടുമ്പൻചോലയുടെ തനത് കാലാവസ്ഥയിൽ വളരുന്ന വിവിധയിനം ചെടികൾ മേഖലയിലെ കർഷകർ വേലിയായി പരിപാലിക്കാറുണ്ട്. ഇത്തരം ചെടികൾ സംരക്ഷിച്ച് പാതയോരം മനോഹരമാക്കാം എന്നിരിക്കെയാണ് ഇത്തരം പദ്ധതികളിലൂടെ ലക്ഷങ്ങൾ നഷ്ടമാക്കിയത്. ന്യൂസ് 18 ഇടുക്കി.